കേരളത്തിന് ഒരു പോർട്ട് സിറ്റിയായി മാറാനുള്ള സാധ്യതകളുടെ തുടക്കം UDF ഭരണകാലത്തുണ്ടാവും, മാറ്റമുണ്ടാവും. നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. അതിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും. അത് രണ്ടും ഗവൺമെന്റിന് കൺട്രോളുള്ള എയർപോർട്ടുകളാണ്. അതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം. 9 പദ്ധതികൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ പറയില്ല, ഫെബ്രുവരിയിൽ നമ്മൾ പ്രഖ്യാപിക്കും. നിരവധിയായ കാര്യങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ്, നമ്പർ 1. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിരുന്നു അടുത്ത വർഷം. അത് മുഴുവനൊന്നും വേണ്ട, ആദ്യ വർഷം അതിന്റെ ഒരു 10% മതി. നിങ്ങളെ പ്രവാസികളെ എല്ലാ ഇത്തരം സംരംഭങ്ങളിലും, പുതിയ സംരംഭങ്ങളിൽ നിങ്ങളെ പങ്കാളികളാക്കണം, അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ തുകയൊന്നുമല്ല പറയുന്നത്, ചെറുത് ഷെയർ എന്ന് പറയുന്നത്. വലുത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞു. ഇന്നലെ KBF-ൽ ഞാൻ പറഞ്ഞു, വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തു നിൽക്കും. അവരെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോകും, സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കും. എന്നുവെച്ചാൽ ചെറിയ ആളുകൾ മോശക്കാരായിട്ടുണ്ടല്ല, കൂടുതൽ വരട്ടെ, വലിയ ആളുകൾ. ഇടത്തരം ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കും പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ വേണം. സിയാൽ മോഡൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മോഡൽ. ഗവൺമെന്റ് പകുതി നിങ്ങൾ. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾ, നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കേരളത്തിന്റെ മറ്റ് വിഷയങ്ങൾ കൂടി പരിഹരിക്കപ്പെടുന്ന പദ്ധതികളാണ്. ലാഭമുണ്ടാക്കുന്നതോടൊപ്പം കേരളം കുറെ നാളായി കാത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്തെല്ലാം കേരളത്തിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും. അതിനു മുമ്പ് കിട്ടില്ല എന്നല്ല, അതിനു മുമ്പും ഷെയർ ഹോൾഡേഴ്സാണ്. സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു വരവുണ്ടാവും, ആ വരവുണ്ടാക്കണം. അതിനുള്ള പദ്ധതികളാണ്. 200 പ്രോജക്റ്റാണ് NRI-കാർക്ക് വേണ്ടി. 200 പ്രോജക്റ്റ്. നമ്മളിത്, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, ആദ്യമായിട്ട് പറയാണ്, ഇത് പ്രിപ്പയർഡാണ്. ഇപ്പൊ ഉണ്ട് കയ്യിൽ, അധികാരത്തിൽ വന്നിട്ടല്ല, ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് 200ഓളം പ്രോജക്റ്റുകൾ. നിങ്ങളെ പങ്കാളികളാകാൻ സാധിക്കുന്ന ഈ റെമിറ്റൻസിനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ കൊടും ചൂടിൽ, കൊടും തണുപ്പിൽ നിങ്ങൾ അധ്വാനിച്ചയക്കുന്ന പണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ കേരളത്തിനും പ്രയോജനകരമായി മാറാൻ കഴിയുന്ന, കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന 200ഓളം പദ്ധതികൾ. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വിശാലമായ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇനി നമുക്ക് കേരളം ഇങ്ങനെ പോയാൽ പോരാ.